ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിംഗ് വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. BSc അഗ്രികൾച്ചർ പ്രവേശനത്തിന് 2025 രണ്ട് പ്രധാന പ്രവേശന പരീക്ഷകൾ, നീറ്റും CUET UGയും. CMC വെല്ലൂർ MBBS BSc നഴ്സിംഗ് പ്രവേശനം അപേക്ഷ മാർച്ച് 28 വരെ. IISc എക്സാം 2027 മുതൽ പരിഷ്കരിക്കുന്നു. ഇംഗ്ലീഷിന് പുറമെ 4 വിഷയങ്ങളും പാസ്സാകണം. വാർത്തകൾ വിശദമായി. മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാസമുന്നതി മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരിശീലനത്തിനുള്ള സ്കോളർഷിപ്പിന് അർഹരായവരുടെ ഷോർട്ട് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്. മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിന് സ്കോളർഷിപ്പ് നൽകുന്നതിനായുള്ള വിദ്യാസമുന്നതി പദ്ധതിയുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. kswcfc.org എന്ന വെബ്സൈറ്റിലാണ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും അവരുടെ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് താഴെ പറയുന്ന വിലാസത്തിൽ അയക്കണം. കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ലിമിറ്റഡ് TC 23/2772 L2 കുലീന ജവഹർ നഗർ കവടിയാർ PO തിരുവനന്തപുരം 695003 ഇതാണ് പിൻകോഡ്. സർട്ടിഫിക്കറ്റുകൾ അയക്കുമ്പോൾ അപേക്ഷയുടെ പകർപ്പ്, അഡ്മിറ്റ് കാർഡ് എന്നിവയും ഒപ്പം വയ്ക്കണം. ഇമെയിൽ വഴിയും സർട്ടിഫിക്കറ്റുകൾ അയക്കാവുന്നതാണ്. പക്ഷേ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ പിന്നീട് അയക്കേണ്ടി വരും. എന്നിരുന്നാലും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പിന്നീട് അയക്കേണ്ടി വരുമെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. വാർഷിക വരുമാനം 4 ലക്ഷം രൂപയിൽ കുറവായ മുന്നോക്ക സമുദായ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. കൂടുതൽ വിവരം ആവശ്യമെങ്കിൽ kswcfc.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ കോർപ്പറേഷനുമായി നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്യുക. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന 4 അഗ്രികൾച്ചർ കോളേജുകളിലെ 85% സീറ്റുകളും നീറ്റിന് ലഭിക്കുന്ന മാർക്ക് വെച്ച് തയ്യാറാക്കുന്ന കേരള മെഡിക്കൽ റാങ്ക് വഴി ലഭിക്കും. എന്നാൽ ഇന്ത്യ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BSc അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള 11 പ്രോഗ്രാമുകൾക്ക് CUETയുടെ നോർമലൈസ്ഡ് സ്കോർ ആണ് ഉപയോഗിക്കുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി പഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതിനാണ് ഓൺലൈനായി നടക്കുന്ന ഈ പ്രവേശന പരീക്ഷയുടെ വിവിധ വിഷയങ്ങളിലെ നോർമലൈസ്ഡ് സ്കോർ ഉപയോഗിക്കുന്നത്. ഐക്കർ പ്രവേശനത്തിന് CUETയുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ അനുസരിച്ചായിരിക്കും 52 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, BTech എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ 11 കോഴ്സുകളിലേക്കുള്ള 15% പ്രവേശനം. CMC വെല്ലൂരിൽ MBBS സ്വപ്നം കാണുന്നവർ ശ്രദ്ധിക്കുക. ക്രിസ്ത്യൻ വിഭാഗത്തിന് കൂടുതൽ സീറ്റുകളുള്ള CMC വെല്ലൂരിലെ MBBS, BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചു. റിപ്പോർട്ടിലേക്ക്. CMC വെല്ലൂരിൽ MBBS പഠനമെന്നത് പല വിദ്യാർത്ഥികളുടെയും സ്വപ്നമാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിലെ കുട്ടികൾക്ക് ഇവിടെ കൂടുതൽ അവസരങ്ങളുമുണ്ട്. CMC വെല്ലൂരിലെ MBBS, BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചു. MBBS പ്രവേശനം നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ്. ആകെ സീറ്റുകളിൽ 50% തമിഴ്നാട്ടിലെ കുട്ടികൾക്കാണ്. ബാക്കി 50% സീറ്റുകൾ ഓപ്പൺ കോട്ട, മാനേജ്മെന്റ് കോട്ട, സ്റ്റാഫ് കോട്ട എന്നിങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്നു. എല്ലാ സീറ്റുകളിലും 84,000 രൂപ മാത്രമാണ് വാർഷിക ഫീസ്. നീറ്റിന് അപേക്ഷിക്കുന്നതിനോടൊപ്പം CMC വെല്ലൂർ അഡ്മിഷൻസ് വെബ്സൈറ്റിലും നീറ്റ് 2025 റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം TN മെഡിക്കൽ സെലക്ഷൻ എന്ന തമിഴ്നാട് ഗവൺമെന്റ് വെബ്സൈറ്റിലും അപേക്ഷ സമർപ്പിക്കണം. BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് CMC വെല്ലൂർ നടത്തുന്ന പ്രവേശന പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി CMC വെല്ലൂർ admissions.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇംഗ്ലീഷിന് പുറമെ 3 വിഷയങ്ങൾ പാസ്സാകണമെന്ന നിലവിലെ രീതിക്ക് പകരം 4 വിഷയങ്ങളാക്കി കൗൺസിൽ ഫോർ ദി ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ. ഓരോ വർഷവും ഏപ്രിൽ 25-നാണ് അക്കാദമിക് സെഷൻ ആരംഭിക്കുന്നത്. അപ്ലൈഡ് മാത്തമാറ്റിക്സ് ഉൾപ്പെടെ പുതിയ സബ്ജക്റ്റുകളുടെ കോമ്പിനേഷനുകൾ വന്നതാണ് 12ാം ക്ലാസ്സിലെ പ്രധാന മാറ്റം. കൂടുതൽ വിവരങ്ങൾക്കായി iisc.ac.in സന്ദർശിക്കുക. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.